മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ, എന്താണ് യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന ചാപ്റ്ററിൽ പല കുട്ടികൾക്കും ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് പുള്ളി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫിക്സഡ് പുള്ളിയും അതേപോലെ തന്നെ മൂവബിൾ പുള്ളിയും ഉറപ്പിച്ച കപ്പിയും ചലിക്കുന്ന കപ്പിയൊക്കെ എപ്പോഴും മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അല്ലാതെ ഇനി കൂടുതൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനൊന്നും വെറുതെ സമയം കളയരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രം ഞാൻ നിങ്ങളെ പറഞ്ഞത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരെയും ആവാഹിച്ചെടുത്തു. അപ്പോൾ നമ്മൾ എന്താണ് ഹെഡിങ് കൊടുത്തുള്ളത്? ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച കപ്പിയാണ് അല്ലേ. ഇനി അടുത്ത മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന കപ്പി. രണ്ട് കാര്യങ്ങളും. അപ്പോൾ ഫിക്സഡ് പുള്ളിയിൽ ഇത് അങ്ങോട്ട് നോക്കൂ, 1 2 3 4 5 6 ഇതൊക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട. ഈ 6 സിമ്പിൾ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫിക്സഡ് പുള്ളി ഉറപ്പിച്ച കപ്പി എന്ന് പറയുമ്പോൾ ആ കപ്പിയെ നമ്മൾ ഇതിലേക്ക് ഇത് നോക്കുക, ഞാൻ ഒന്ന് സൂം ചെയ്ത് വെക്കാം. ദാ ഈ ചിത്രത്തിലേക്ക് ഇതൊരു കപ്പിയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. സെന്ററിൽ ഫൽക്രം വന്നു, അപ്പോൾ ഇപ്പുറത്ത് എഫേർട്ട് ലോഡ് വന്നു. സെന്ററിൽ ഫൽക്രം വന്നാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഏതാണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അത് ഏതായിരിക്കണം? ഫസ്റ്റ് ഓർഡർ. അതാണ് ഇതിലെ ആദ്യത്തെ പോയിന്റ്. അപ്പോൾ സിമ്പിൾ ആയില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ സെന്ററിൽ ഫൽക്രം വന്നാൽ അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതോടൊപ്പം തന്നെ ഈ ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ EA എഫേർട്ട് ആം എന്ന് പറയാം, അതായത് യജ്ഞഭുജം എന്ന് പറയും. ഇനി ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ LA എന്ന് പറയും, അതായത് രോധഭുജം എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലോഡാമും അതേപോലെ തന്നെ എഫേർട്ട് ആമും ഒരു ഫിക്സഡ് പുള്ളിയിൽ എപ്പോഴും എന്താണ്? ഈക്വൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കണ്ടില്ലേ? എഫേർട്ട് ആം ആൻഡ് ലോഡാം ആർ ഈക്വൽ. രോധഭുജവും അതേപോലെ തന്നെ യജ്ഞഭുജവും എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഒരേപോലെ ഈക്വൽ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഇത് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടും ഇവിടുത്തെ ലോഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു 10 ന്യൂട്ടൺ എഫേർട്ട് കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു 10 ന്യൂട്ടൺ ലോഡ് നമുക്ക് ഉയർത്താൻ പറ്റും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി 1 മീറ്റർ ദൂരം നിങ്ങൾ കയറ് താഴത്തേക്ക് വലിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പുറത്ത് ലോഡ് എന്ത് ചെയ്യും? 1 മീറ്റർ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കണം, കാരണം ഇതിനെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഞാൻ കാണിച്ചുതരാം, ലാസ്റ്റ് കാണിച്ചുതരാം. അപ്പോൾ നോക്കുക, എഫേർട്ട് ആമും അതേപോലെ തന്നെ ലോഡാമും ഈക്വലാണ്. അതുകൊണ്ട് എഫേർട്ടും ഈക്വലും എന്തായിരിക്കും? എഫേർട്ടും ലോഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ MA മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA ഈസ് ഈക്വൽ എന്താണ്? ലോഡ് ബൈ എഫേർട്ട്. ഇനി അതല്ലെങ്കിൽ എന്താ? EA ബൈ LA എന്ന് പറയും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര വരും? 1 വരും ഓർത്തേക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ഉള്ളൂ? എന്താണ്? ഉറപ്പിച്ച കപ്പി എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. അതുകൊണ്ട് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം 1 തന്നെയാണ്. കണ്ടില്ല? ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഫൽക്രം വന്നുകൊണ്ട് അത് ഫസ്റ്റ് ഓർഡർ ആണ്. അതുകൊണ്ട് അതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എത്ര? 1 തന്നെയാണ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് അതാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ 1 എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പുള്ളി റൊട്ടേറ്റ് അറൗണ്ട് സ്റ്റേഷനറി ആക്സിസ് അല്ലേ. ഈ പുള്ളി എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പോയിന്റ് ഈ ഫൽക്രത്തിനെ ബേസ് ചെയ്തിട്ട് അതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇത് പ്രത്യേകം പറയാൻ കാരണം ഇത് ഫിക്സഡ് പുള്ളി ആയതുകൊണ്ടാണ്. മൂവബിൾ പുള്ളി, ചലിക്കുന്ന പുള്ളിയാകുമ്പോൾ ഈ ലോഡിൻ്റെ ഒപ്പം ഇങ്ങനെ ചലിക്കുന്നു എന്നൊക്കെ പറയും. അത് ഞാൻ അടുത്ത ഭാഗം പറയാം. അതാണ് അടുത്ത പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ്, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സിന്റെ ദിശ മാറ്റാൻ ആര് സഹായിക്കുന്നു? പുള്ളി, ഈ കപ്പി സഹായിക്കുന്നു. അപ്പോൾ പുള്ളി ചില്ലറക്കാരനല്ല, പുള്ളിക്കാരൻ എന്താണ്? സ്ട്രോങ് ആണ് അല്ലേ. അപ്പോൾ നോക്കി ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഒരു ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ ഫൽക്രം സെൻറ്ററിൽ വന്നുകൊണ്ട് അത് ഫസ്റ്റ് ഓർഡർ ആയി. അതിൽ ലോഡാമും എഫേർട്ടാമും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ എഫേർട്ടും ലോഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം 1 ആയിരിക്കും. അതെപ്പോഴും ഈ ഒരു സ്റ്റേഷനറി, ഈ ഒരു ഫിക്സഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ നിന്ന് റൊട്ടേറ്റ് ആണ് ചെയ്യുക. ഇതിൻ്റെ ഡയറക്ഷൻ, ദിശ മാറ്റാൻ സഹായിക്കുന്നു. അതാണ് ഫിക്സഡ് പുള്ളി. അങ്ങനെയെങ്കിൽ മൂവബിൾ പുള്ളി, ചലിക്കുന്ന കപ്പി എന്ന് പറയുമ്പോൾ അവിടെ നോക്കൂ, ഇവിടെയാണ് നമുക്ക് ഫൽക്രം വരിക. അതായത് ഇവിടെ ഫിക്സ് ചെയ്തു, ഇവിടെ ഫൽക്രം. അപ്പൊ ലോഡ് സെന്ററിൽ വന്നു, ഇവിടെ എഫേർട്ടും വരും. കണ്ടോ? ലോഡ് സെന്ററിൽ വന്നാൽ അത് ഏത് ഓർഡറായി മാറും? അത് സെക്കൻഡ് ഓർഡറായി മാറുന്നു. ലോഡ് സെന്ററിൽ വന്നാൽ അത് ഏത് ഓർഡർ ആയിട്ട് മാറുന്നു? സെക്കൻഡ് ഓർഡർ. അപ്പോൾ നമുക്കറിയാം ലോഡാണ് സെന്ററിൽ വരുന്നെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആവും. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് ഇവിടെ 1 2 3 4 5 6 പോയിന്റ് ഇവിടെയും പറയാണ്ട്, സിമ്പിളാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഈ ചിത്രത്തിൽ ലോഡാണ് സെന്ററിൽ വന്നത്. ലോഡ് സെന്ററിൽ വന്നുകൊണ്ട് ഇത് നമുക്ക് എന്തായി? സെക്കൻഡ് ഓർഡറായി. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർത്തേക്ക്. അതുകൊണ്ട് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണ്. നേരത്തെ ഞാൻ ഫിക്സഡ് പുള്ളി പറഞ്ഞപ്പോൾ അതിൻ്റെ
അത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും 1 ആണ്. ലോഡ് സെൻറ്ററിൽ വന്നുകൊണ്ട് മൂവബിൾ പുള്ളി ചലിക്കുന്ന കപ്പി എന്താണ്, അത് സെക്കൻഡ് ഓർഡർ, അതുകൊണ്ട് എൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും 2 എന്ന് ഓർത്ത് വയ്ക്കുക. വെറുതെ ഞാൻ അതിൻ്റെ ഒപ്പം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി ഈ ചിത്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഫൽക്രത്തിൽ നിന്നാണ് ഈ എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കുക. അപ്പോൾ EA കണ്ടില്ലേ. അടുത്ത ഫൽക്രത്തിൽ നിന്നാണ് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് LA. അപ്പൊ ഇത് EA എന്ന് വരും. അപ്പൊ EA വലുതാണ്, LA എന്താണ്, ചെറുതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി വേറെ ഒന്നുകൂടി ആഴത്തിൽ പറയുകയാണെങ്കിൽ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് അല്ലെ, ഡയമീറ്റർ എന്ന് പറയും. അതായത് ഇവിടെ ഒരു ആറും കൂടി ചേർന്ന് 2R എന്ന് പറയാം. എന്ത് പറയാ, 2R എന്ന് പറയാം. ഇനി ഇതിന്റെ റേഡിയസ്, ഇനി ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് LA എന്ന് പറഞ്ഞാൽ അത് ഒരാറുള്ളൂ. അപ്പോൾ ഈ 6 ക്യാൻസൽ ചെയ്ത് നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര കിട്ടി, 2 എന്ന് കിട്ടി. അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞാൽ അതൊരു സെക്കൻഡ് ഓർഡർ ആണ്. കാരണം അതിൻ്റെ രണ്ടാം വർഗ്ഗം എന്ന് പറയാൻ കാരണം സെൻറ്ററിൽ ആര് വരുന്നു, ലോഡ് വരുന്നു. ഇനി ലോഡാം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ പുള്ളിയാണ്. ലോഡാം എന്ന് പറഞ്ഞാൽ LA എന്ന് പറഞ്ഞാൽ ഏതാണ്, റേഡിയസ് ആണെന്ന് ഓർത്തേക്കുക. ഇനി എഫേർട്ടാം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പോൾ എന്ത് വരും, 2R വരും. അതായത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഡിസ്റ്റൻസ്, അതാണ് എന്ത് പറയുന്നത്, 2R എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA ഈസ് ഈക്വൽ ടു എന്താണ്, EA/LA. EA എന്ന് പറഞ്ഞാൽ 2R/LA എന്ന് പറഞ്ഞാൽ R. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു, അപ്പോൾ 2 എന്ന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൂവബിൾ പുള്ളി ചലിക്കുന്ന കപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ 2 എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തൊരു പോയിന്റ്, മൂവബിൾ പുള്ളി എന്താണ്, മൂവ് വിത്ത് ലോഡ്. ലോഡിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എഫേർട്ട് കൊടുത്ത് മുകളിലേക്ക് ഉയർത്തുന്നു വിചാരിക്കുക. അങ്ങനെ എഫേർട്ട് കൊടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ലോഡിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ പുള്ളിയും എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. നേരത്തെ ഫിക്സഡ് പുള്ളിയിൽ എന്താ സംഭവിച്ചത്, കപ്പി അവിടെ തന്നെ നിൽക്കും. പക്ഷെ മൂവബിൾ പുള്ളിയിൽ എന്താ സംഭവിക്കുക, ലോഡിന്റെ ഒപ്പം ഈ പുള്ളിയും എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഉയർന്നു. അതാണ് അടുത്തൊരു പോയിന്റ്. ഇനി ദർ ഇസ് നോ ഗെയിൻ ഇൻ വർക്ക്. അതായത് ഇവിടെ മൂവബിൾ പുള്ളിയിൽ നമുക്ക് എഫേർട്ട് കുറയുന്നുണ്ടെങ്കിലും അവിടുത്തെ വർക്കിൽ എന്തില്ല, യാതൊരുവിധ ലാഭവും ഇല്ല എന്ന് ഓർത്തേക്കുക. വർക്കിൽ എന്തില്ല, യാതൊരുവിധ ലാഭവും ഇല്ല എന്ന് ഓർത്തേക്കുക. വർക്ക് എപ്പോഴും സെയിം ആയിരിക്കും, അവിടുത്തെ എഫേർട്ടിൽ എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു. അപ്പോൾ ഈ ഫിക്സഡ് പുള്ളിയും അതേപോലെ തന്നെ മൂവബിൾ പുള്ളി ചലിക്കുന്ന പുള്ളിയും ഇത്രയും പോയിന്റുകൾ എന്തെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ ഒരാൾക്ക് ഇനി സിമ്പിളായിട്ട് ഒരു ചോദ്യത്തിന്റെ ആൻസർ ചെയ്യാം. ഇതാ നോക്കിക്കോളൂ. ആദ്യം ഉറപ്പിച്ച കപ്പിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എന്താണ് തന്നിരിക്കുന്ന ചോദ്യം, ഉറപ്പിച്ച കപ്പിയുടെ സഹായത്താൽ ഒരാൾ എന്ത് ചെയ്യുന്നു, 50 ന്യൂട്ടൺ ഭാരം ഉയർത്താൻ ശ്രമിക്കുന്നു. ശ്രദ്ധിക്കണം അമ്പാൻ, എന്താണ് 50 ന്യൂട്ടൺ ഭാരം ഉയർത്താൻ ശ്രമിക്കുന്നു, ഏതില്, ഉറപ്പിച്ച ഫിക്സഡ് പുള്ളിയിൽ. അപ്പോൾ വർക്കേഴ്സ് യൂസ് ഫിക്സഡ് പുള്ളി ടു ലിഫ്റ്റ് ലോഡ് 50 ന്യൂട്ടൺ എന്നാണ്. ഈ ഭാരം ഉയർത്താൻ അയാൾ പ്രയോഗിക്കേണ്ട ബലം എത്ര ആയിരിക്കും? അപ്പോൾ ഫിക്സഡ് പുള്ളിയിൽ നിങ്ങളൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് എഫേർട്ട് കൊടുത്താൽ ലോഡും 10 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്തു, നിങ്ങൾ ഈ എഫേർട്ട് കൊടുത്തു വിചാരിക്കുക, 50 ന്യൂട്ടൺ എഫേർട്ട് കൊടുത്തു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ലോഡും എത്രയായിരിക്കും, 50 ന്യൂട്ടൺ ആയിരിക്കും, തുല്യമായിരിക്കും നിർത്തേക്കുക. അപ്പോൾ നോക്കുക, ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്തായിരുന്നു, ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്, ഇതാ നോക്കിക്കോളൂ. എന്താ തന്നിട്ടുള്ളത്, ഈ ഭാരം ഉയർത്താൻ അയാൾ പ്രയോഗിക്കേണ്ട ബലവും എത്രയായിരിക്കും, 50 ന്യൂട്ടൺ തന്നെയാണ്. വാട്ട് ഈസ് ദ എഫേർട്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ലോഡ്, അതും 50 ന്യൂട്ടൺ തന്നെയാണ്. അടുത്ത ചോദ്യം, ഉറപ്പിച്ച കപ്പിയും ചലിക്കുന്ന കപ്പിയും പ്രവർത്തനത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിശദമാക്കുക. അല്ലേ, ഈ എക്സ്പ്ലെയിൻ ഹൗ ഫിക്സഡ് പുള്ളി ആൻഡ് മൂവബിൾ പുള്ളി ഡിഫർ ഇൻ ദെയർ ആക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ എന്ന് പറയാം. അപ്പോൾ മൂവബിൾ പുള്ളി അത് സെക്കൻഡ് ഓർഡർ എന്ന് പറയാം. ഇനി ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആണ്. ഇനി മൂവബിൾ പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഫിക്സഡ് പുള്ളി എപ്പോഴും അതിൻ്റെ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. പക്ഷെ മൂവബിൾ പുള്ളി എന്ത് ചെയ്യുന്നു, മൂവ് വിത്ത് എലോങ് ലോഡ്, ലോഡിൻ്റെ ഒപ്പം അല്ലേ, ആ ഒരു രോധത്തിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ നമ്മൾ കുറേ പോയിന്റ് പഠിച്ചില്ലേ, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 പോയിന്റ് എന്ത് ചെയ്യുക, ഇവിടെ എഴുതിയേക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തൊരു ചോദ്യം വന്നതിന് ശരിയാക്കുമല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താ തന്നിട്ടുള്ളത്, ചലിക്കുന്ന കപ്പിയിൽ യത്നം പ്രയോഗിക്കുമ്പോൾ, ചലിക്കുന്ന കപ്പിയാണ് കേട്ടോ, മൂവബിൾ പുള്ളിയാണ്, അവിടെ യത്നം അതായത് എഫേർട്ട് പ്രയോഗിക്കുമ്പോൾ മറുവശത്തുള്ള കയറിൽ കൂടി കപ്പി എന്ത് ചെയ്യുന്നു, കറങ്ങിക്കൊണ്ട് കപ്പിയും ഭാരവും മുകളിലോട്ട് ഉയരുന്നു.
അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഇതാണ്ടല്ലേ, വെൻ ആൻ എഫേർട്ട് ഈസ് അപ്ലൈഡ് ദ മൂവബിൾ പുള്ളി, ദ പുള്ളി ആൻഡ് ലോഡ് വിൽ ബി ലിഫ്റ്റഡ് അപ്വേർഡ് അലോങ് ദെയർ സൈഡ് ഓഫ് ദി റോപ്പ്. അല്ലേ, റോപ്പിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, പുള്ളിയും കപ്പിയും ലോഡ് ഒരുമിച്ച് മുകളിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം ABCD 4 ചോദ്യം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം, ചലിക്കുന്ന കപ്പി ഏത് വർഗത്തിൽ പരിഗണിക്കാം? മൂവബിൾ പുള്ളി ക്യാൻ ബി കൺസിഡർഡ് വിച്ച് ടൈപ്പ് ഓഫ് ലിവർ? നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാൻ പറ്റും. മൂവബിൾ പുള്ളിയുടെ സെൻട്രൽ ആര് വരുന്നുണ്ട്? ലോഡ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഏത് ഓർഡറായി? സെക്കൻഡ് ഓർഡറായി ഓർത്ത് വയ്ക്കുക. ഇനി ചലിക്കുന്ന കപ്പിയുടെ യാന്ത്രിക ലാഭം എത്ര? നമ്മൾ പഠിച്ചു, നേരത്തെ പഠിച്ചു. ചലിക്കുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയായിരുന്നു? 2 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചോദ്യം കൂടി വായിക്കുമ്പോൾ തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഇനി മൂന്നാമത്തെ, യക്നം ഉപയോഗിച്ച് കയറിനെ 4 മീറ്റർ വലിച്ചാൽ രോധം എത്ര മീറ്റർ ഉയരും? അവിടെ ശ്രദ്ധിക്കും, ഞാൻ നേരത്തെ പറയാൻ മറന്നാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, മൂവബിൾ പുള്ളീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2ആണ്. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലോഡ് ബൈ എഫേർട്ട് എന്നാണ്. ഇത് 2 എന്ന് കിട്ടി. അപ്പം 2 = L/E എന്ന് വരും. therefore E = L/2. നിങ്ങൾ എഫേർട്ട് എത്രയാണോ കൊടുക്കുന്നത്, ലോഡ് അതിൻ്റെ പകുതി വരും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയുള്ളൂ, എന്താണ്? യക്നം ഉപയോഗിച്ച് കയറിനെ 2 മീറ്റർ വലിച്ചാൽ രോധം എത്ര മീറ്റർ വരും? ലോഡ് എത്ര മീറ്റർ വരും? അതിൻ്റെ പകുതി. അതാണ് L/2 എന്ന് പറയുന്നത്. നിങ്ങൾ എഫേർട്ട് എത്ര കൊടുക്കുന്നു അതിൻ്റെ പകുതി അവിടെ എന്ത് ചെയ്യുന്നു? ഉയരുന്നു. അതാണ് ഇവിടെ ഞാൻ എഴുതിയ എഫേർട്ട് ലോഡ് ബൈ 2 എന്ന് കൊടുത്തുള്ളത്. നിങ്ങൾ എത്ര എഫേർട്ട് കൊടുക്കുന്നോ അതിൻ്റെ പകുതി അപ്പുറത്ത് ഉയരും. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ഹൗ മച്ച് വിൽ ബി ദ ലോഡ് റൈസ് ദ റോപ്പ് പുൾഡ് 4 മീറ്റർ? അങ്ങനെ അപ്ലൈങ് എഫേർട്ട് എത്രയായിരിക്കും? 2 മീറ്റർ ആയിരിക്കും. അപ്പം എത്രയാണ്? നമ്മൾ ഒരു 4 മീറ്റർ ഇങ്ങോട്ട് വലിച്ചാൽ അപ്പുറത്ത് ലോഡ് എന്ത് ചെയ്യുന്നു? 2 മീറ്റർ പോകുന്നത്. അതിൻ്റെ പകുതി ആയിരിക്കും എന്ത് ചെയ്യുക? പൊങ്ങുക എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ചലിക്കുന്ന കപ്പി ഉപയോഗിക്കുമ്പോൾ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ലാഭം എത്രയായിരിക്കും? പ്രവൃത്തിയിൽ എന്തില്ല? നോ ഗെയിൻ എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് പ്രവൃത്തിയിൽ എന്തില്ല? ലാഭമില്ല എന്ന് ഓർത്തേക്കുക മക്കളെ. അപ്പോൾ നോക്കി, ഈ ഒരു ഫിക്സഡ് പുള്ളിയും അതേപോലെ തന്നെ മൂവബിൾ പുള്ളിയും ബേസ് ചെയ്തിട്ട് ഇത്രയും 6 ചെറിയ ഷോർട്ട് പോയിന്റ് ആക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ തവണ നിങ്ങൾ കാണുന്നു, ഈ ഒരു ചോദ്യം ചെയ്താൽ അത് സെറ്റായി. ഇനി ഇതിലേക്ക് വെറുതെ കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ പുള്ളി എന്നുള്ള ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം, അറിഞ്ഞു വെക്കണം, ഓർത്തു വെക്കണം. ഓക്കേടാ, അപ്പോൾ സെറ്റാണല്ലോ.